Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Amma ba'd fa inna khairal hadithi kitabullah وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله وعباد الله قال الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സൂറത്തുൽ ബഖറയിലെ 28-ാമത്തെ പേജാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ വസിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ലാസ്റ്റ് അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വസിയ്യത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാന കാലത്ത് സ്വത്തുണ്ടെങ്കിൽ നിങ്ങൾ വസിയ്യത്ത് ചെയ്യണമെന്നും അത് തുല്യമായി നീതിപൂർവം അത് വീതിക്കണമെന്നും നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യരുതെന്നും അത് ശരീഅത്തിന് ഇസ്ലാമിന്റെ റൂൾസിന് അഗൈൻസ്റ്റ് ആണ് എന്ന കാര്യം ഇന്നലെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫമൻ ബദ്ദലഹു ബഅദ മാ സമി, അത് കേൾക്കാതെ ഇനി ആരെങ്കിലും തോന്നിയ പോലെ ചെയ്താൽ അതിന്റെ കുറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇനി ഏതെങ്കിലും ഒരു വസിയത്ത് എഴുതുന്ന ഒരാളുടെ ഭാഗത്ത് തെറ്റ് വന്നതായിട്ട് പിന്നീടുള്ള ആളുകൾക്ക്, അതായത് ആ വസിയത്ത് എഴുതി വെച്ച ഒരു സാക്ഷി ഉണ്ടാവില്ല, ഒരു ഏൽപ്പിക്കപ്പെട്ട ഒരു വലിയ ഉണ്ടാവില്ല, അയാൾക്ക് തോന്നുകയാണ് ഇത് ഇൻജസ്റ്റിസ് ആണെങ്കിൽ അയാൾക്ക് അത് എന്ത് ചെയ്യാം, മക്കളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഫഅസ്ലഹ ബൈനഹും, അതായത് മക്കള് തമ്മിൽ ഒരുമിച്ചിരുത്തി ഇസ്ലാഹ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്നല്ലാഹു ഗഫൂർ, അള്ളാഹു എല്ലാം ഗഫൂറാണ്, പൊറുക്കുന്നവനാണ്, റഹീമാണ്, കാരുണ്യവാനാണ് എന്ന് പറയാണ്. ഈ വസിയത്ത് ചെയ്യുന്ന ആള് ന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ഇസ്ലാഹിന് എല്ലാരും കൂടെ ഒരുമിച്ചിട്ട് ഐക്യകണ്ഠേന ഒരു ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആ ടോപ്പിക് അവിടെ നിർത്തുകയാണ്. ഇനി പുതിയൊരു വിഷയത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. يا أيها الذين آمنوا, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അതായത് എല്ലാ കാലത്തും നോമ്പുണ്ടായിരുന്നു. റമളാൻ എന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. റമളാൻ മാസം മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മാത്രമുള്ള ഒന്നല്ല. എല്ലാ കാലത്തും ആദം അലൈഹി ഇസ്ലാമിന്റെ കാലം മുതലേ നോമ്പ് നിർബന്ധമാക്കി. അപ്പൊ അത് പരിശുദ്ധ റമളാന്റെ പവിത്രതയാണ്. ആ റമളാൻ മാസത്തെ പറ്റി യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങൾക്കും സമുദായങ്ങൾക്കും ഒക്കെ നോമ്പുള്ളത് പോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? നോമ്പ് എന്തിനാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിസ്കാരം എന്തിനാന്ന് നമുക്കറിയാം. അതുപോലെ നോമ്പ് എന്തിനാന്ന് ചോദിച്ചാൽ ലഅല്ലകും തത്തഖൂൻ, നമ്മുടെ സൂക്ഷ്മതയുടെ, നമ്മുടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിന്റെ തഖ്വ വർദ്ധിക്കാനാണ് എന്നാണ്. അപ്പൊ തഖ്വ എന്നുള്ളത് എന്ത് എന്നും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. തഖ്വ വർദ്ധിപ്പിക്കാനാണ്, അത് കൂടാനാണ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഓരോ റമളാനുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അയ്യാമൻ മഅദൂദാത്ത്, കുറച്ച് ദിവസങ്ങളാണ്, എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ നോമ്പ്. ഫമൻ കാന മിൻകും മരീളൻ, ഇനിയിപ്പോ അഥവാ ഇൻ കേസ് ആരെങ്കിലും രോഗിയാവുകയാണോ, ഔ അലാ സഫരിൻ, ഇനിയിപ്പോ ആരെങ്കിലും യാത്രക്കാരനാണ്, വലിയ ലോങ് ട്രാവലിംഗ് യാത്രാ സമയത്തൊക്കെ ഒരു നോമ്പെടുത്ത് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, ആണെങ്കിൽ നിങ്ങൾക്ക് ഇളവുകളുണ്ട്. ഫിദിയതും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ വേറൊരു ദിവസത്തേക്ക് അത് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഫിദിയ കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു ഫിദിയ എന്ന് പറഞ്ഞാൽ അതിന് ബദലായിട്ട് നിങ്ങൾ അന്ന് വിട്ടതിന് പകരം പിന്നെ ഒരു ദിവസം, അപ്പൊ റമദാൻ അല്ലാത്തൊരു ദിവസം അടുത്ത റമദാന് മുമ്പ് എന്നാണ് വെപ്പ്. അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ നോമ്പ് നോറ്റ് വീട്ടണം എന്നാണ്. ആ യാത്രയൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടുക. وعلى الذين يطيقونه فدية طعام مسكين. ഇപ്പൊ അതും പറ്റാത്ത ചില പേഷ്യൻസ് ഒക്കെ ഉണ്ട്, ചില രോഗികളൊക്കെ ഉണ്ടാവും, വല്ലാതെ അങ്ങനെ ഒന്നും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റാതെ വല്ലാതെ മാസങ്ങളോളം ബെഡ് കിടക്കുന്ന രോഗികൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫിദിയ കൊടുക്കണം, അല്ലെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. തആമു മിസ്കീൻ,
فمن تتوى خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. ഈ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും അർഹരായ ആളുകൾക്ക് തന്നെയാണ് അത് കൊടുക്കേണ്ടത്. ഈ ഈ ആരെങ്കിലും ഏതെങ്കിലും നമ്മുടെ പലപ്പോഴുള്ള ഏർപ്പാട് ആർക്കെങ്കിലും കൊടുക്കില്ല. അതിന്റെ ഏറ്റവും ഭക്ഷണത്തിന് ആവശ്യമുള്ള ആളുകൾ, ഭക്ഷണം എന്നുള്ളത് ഭക്ഷണം തന്നെ വിടും, നമ്മൾ വേറെ പൈസ കൊടുക്കുക എന്നുള്ളത്, ഭക്ഷണം ആവശ്യമുള്ള. അപ്പൊ അത്രയും സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ അത്രയേറെ പ്രയാസപ്പെടുന്ന ആളുകളെ അവർക്ക് ഭക്ഷണം നോക്കൂ. ഭക്ഷണം ഒഴിവാക്കുന്ന നോമ്പ് നോൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ മാഷാ അല്ലാഹ് അള്ളാഹ് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. ഈ റമദാൻ മാസത്തിന്റെ പവിത്രതയാണ്. എന്തുകൊണ്ട് റമദാൻ ശരിക്ക് നമ്മൾ പല വയലുകളിലും ഒക്കെ കേൾക്കാറുണ്ട്. പരിശുദ്ധ റമദാൻ ഉണ്ടായത്, ചിലരൊക്കെ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്, റമദാൻ ഉണ്ടാവാൻ കാരണം ഖുർആൻ ഇറങ്ങിയോണ്ടാണ്, റമദാൻ പുണ്യം ഉണ്ടായത് ഖുർആൻ ഇറങ്ങിയോണ്ടാണ്. തെറ്റാണ്, അങ്ങനെ അല്ല. അള്ളാഹു വിശുദ്ധ റമദാന്റെ പവിത്രത കൊണ്ട് ഖുർആനിനെ റമദാനിൽ ഇറക്കുകയാണ് ചെയ്തത്. അതാണ് അവിടെ സംഭവിച്ചത്. റമദാൻ ആദ്യമുള്ളതാണ്. ഇതിന്റെ മുമ്പുള്ള ആയത്ത് ഇപ്പൊ പറഞ്ഞില്ലേ, ഇവിടെ ഇവിടെ കുത്തിബ അലൈക്കും കുത്തിബ അല, ഇവിടെ നോമ്പ് നമ്മുടെ മുമ്പുള്ള സമൂഹങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അത് പുണ്യമുള്ള മാസമാണ്. 12 മാസത്തിൽ ഒരു മാസം അള്ളാഹു പുണ്യാക്കിയിട്ടുണ്ട്. ആഴ്ചയിലെ 7 ദിവസത്തിൽ ഒരു ദിവസം വെള്ളിയാഴ്ച അള്ളാഹു പുണ്യാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ മുമ്പേ ഉള്ളതാണ്. അപ്പൊ ആ മുമ്പേ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണ് എന്ന് പറഞ്ഞാൽ 2-3 കാര്യത്തില് നമുക്ക് ചിന്ത വരും. കാരണം 23 വർഷം കൊണ്ട് ഖുർആൻ ഇറങ്ങിയതല്ലേ, പിന്നെ എങ്ങനെ റമളാൻ മാസം ഇറങ്ങുക? ലോജിക്കലി നമുക്കത് ആലോചിച്ചാലും മനസ്സിലാവും. റമളാൻ മാസമാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പം ഒന്നെങ്കിൽ ഖുർആൻ എന്ന അള്ളാന്റെ കലാമ് ഇറക്കാൻ അള്ളാഹു തീരുമാനിച്ച ദിവസം അതൊരു റമളാൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഹിറാ ഗുഹയിൽ വെച്ച് നബൂവത്തിന്റെ ആദ്യത്തെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയത് റമളാനിലായിരിക്കണം. അല്ലാതെ 23 കൊല്ലം കൊണ്ടാണല്ലോ ഖുർആൻ ഭൂമിയിൽ പറഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിയത് ആ സമയത്താണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണ്. അപ്പൊ അത് ഈ 2 വേർഷനിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഹുദൻ ലിന്നാസ്, അത് ഇറങ്ങി എന്തിനാണ്? ഹുദൻ ലിന്നാസ്. അപ്പം ഖുർആൻ എന്താ വെച്ചാൽ ഹുദയാണ്. ഖുർആന്റെ മറ്റൊരു പേരാണ് ഹുദ. സന്മാർഗമാണ്, സ്ട്രൈറ്റ് പാത്ത്. ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദ. അപ്പൊ വ്യക്തമായ സന്മാർഗ ദർശനമാണ്, വ്യക്തമായ തെളിവോട് കൂടിയിട്ടുള്ള വ്യക്തമായ വഴിയാണ് ഖുർആൻ. വൽ ഫുർഖാൻ, സത്യമെന്ത് അസത്യമെന്ത് എന്ന് പഠിപ്പിക്കുകയാണ്. റിയാലിറ്റി എന്താണ്, സത്യം എന്താണ്, അൽ ഫുർഖാൻ എന്ന നമ്മൾ ഇതിന് ഈ അക്കാഡമിക് അൽ ഫുർഖാൻ എന്ന പേര്. അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മറ്റൊരു പേരാണ്. അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കും. യൗമുൽ ഫുർഖാൻ എന്നാണ് ബദർ ദിനത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബദർ ദിനത്തിന്റെ യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്നത്, അപ്പം സത്യം അസത്യം വേർപെട്ട ദിവസമാണ് അത്, അല്ലെ. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹർ ഫലിയസ്മു. ആരെങ്കിലും ആ മാസം എത്തിയാൽ എന്തായാലും നോമ്പ് വെൽക്കാം. അപ്പൊ അത് ഫർളാണ്. ഫമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. മറ്റൊരു ദിവസത്തേക്ക് നിങ്ങൾ രോഗി ആരെങ്കിലും ആണെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ, അർഹമായ രീതിയിലുള്ള ഉദർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഒരു ദിവസം നോമ്പ് നഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കഴിഞ്ഞ റമദാനിൽ ഒരു നോമ്പ് നോറ്റ് വിട്ടാത്തവരുണ്ടെങ്കിൽ എടുത്ത് വീട്ടുക. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര. അള്ളാഹു നമുക്ക് വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നമ്മളെ ആരും ഇടങ്ങറാക്കാനോ പ്രയാസപ്പെടുത്താനല്ല. അള്ളാഹു നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നമ്മളെ പ്രയാസപ്പെടുത്തുക എന്നല്ലല്ലോ അള്ളാഹുവിന്റെ ഉദ്ദേശം. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ്. അത് കാര്യങ്ങൾ എണ്ണം കണക്കാക്കിയിട്ട് എണ്ണം നിയമപ്രകാരമുള്ള 30 ആണ് 30, അത് പൂർത്തീകരിക്കാനും, വലിതുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിക്കാനും, അലമ ഹദാക്കും വലഅല്ലക്കും, നിങ്ങൾ നന്ദിയുള്ളവരാകാനും യഥാർത്ഥ ഹിദായത്തിലേക്ക് വരാനും വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയാണ്. ഇനി അള്ളാഹിനെ പറ്റി അള്ളാഹു ഒരു കാര്യം പറയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നോമ്പും നിസ്കാരവും ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്നത്. ഇതാ സഅലക ഇബാദി, എന്റെ ഇബാദിങ്ങളെ, ആബിദിങ്ങളെ, എന്റെ ഇബാദി. എന്തൊരു സ്നേഹത്തോടെ റബ്ബ് വിളിക്കുന്ന അറിയോ? എന്നെ ഇബാദത്ത് ചെയ്യുന്നവരെ, ആബിദി ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ അടുത്താണ്. നിങ്ങളുടെ ഏറ്റവും അടുത്തവനായിട്ട്, എന്റെ ഏറ്റവും അടുത്ത ദോസ്ത എന്ന് പറയില്ല നമ്മൾ, എന്റെ അടുത്ത ഫ്രണ്ടാണ്. ആസ് എ ഫ്രണ്ട് നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ വല്ലാതെ ചിലരൊക്കെ ഇങ്ങനെ ദുആ ചെയ്യും. ഞാൻ പലപ്പോഴും കേട്ടു, മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണ്, ഞങ്ങളുടെ ദുആ സ്വീകരിക്കുമാറാകണേ.
അങ്ങനെ കുമാറാകണേ കുമാറാകണേ. പിന്നെ അടുത്ത കാലത്ത് ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരുപാട് നേരം ഈ ദുആ, ഒരു ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യാ, മലയാളത്തിൽ ദുആ ചെയ്യാണ്. അപ്പൊ ദുആ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടപ്പോ ദുആ ഒക്കെ കഴിഞ്ഞ് ഉസ്താദ് വരെ ഇങ്ങനെ സംസാരിക്കാൻ ചോദിച്ചു, ഈ കുമാർ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ഉസ്താദിന് ഈ കുമാർ ആരാണ്? ഞങ്ങളുടെ ദുആ സ്വീകരിക്കുമാറാകണേ. ഇത് മലയാളത്തിലെ ഒരു പ്രയോഗമാണ്, ഈ കുമാർ കുമാർ. കുമാർ ഒരു വല്ലാത്തൊരു അകൽച്ച ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ കുമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എത്രയോ എവിടെ പറഞ്ഞു, ഇബാദി അന്നി ഫ ഇന്നി ഖരീബ്, ഞാൻ അടുത്താണ്. അപ്പൊ അടുത്തുള്ള അള്ളഹാനോട് കുമാറാകണേ കുമാറാകണേ എന്ന പ്രയോഗം വേണ്ട. അള്ളാഹുവെ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അള്ളാഹ്, നേരിട്ട് പറയാ. നമുക്ക് അതിന്റെ ഒരു കുമാറിനെ ഇടയിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലേ, അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫ്രണ്ട്ലി ആയിട്ട്, പഠിച്ചവനെ, നമ്മള് ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹത്തോടെയാണ് റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അല്ലെ, നിങ്ങളുടെ ദുആ കേൾക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മറുപടി അള്ളാഹ് തരും, അല്ലെ. ഫലിയസ്തജീബു ലി വലിയുമിനു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വാസം ഈമാൻ ശരിയാക്കണം. ലഅല്ലകും യുർഷുദൂൻ, നിങ്ങൾക്ക് നേർവഴി പ്രാപിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവോട് ദുആ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അള്ളാഹുവെ ഞങ്ങളുടെ ദുആ കബൂൽ ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇബാദത്തുകളും, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും, ഖുർആൻ പാരായണവും നമസ്കാരവും, അതൊക്കെ അപ്പുറം ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന തഖ്വയോടെ ഈമാനോടെ ജീവിക്കാനുള്ള തൗഫീഖ് നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار. اللهم ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا. أنت مولانا فانصرنا على القوم الكافرين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.